Friends, welcome back to our channel Wealthy Life. വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 29 ഒക്ടോബർ 2020 ട്രേഡേഴ്സിൻ്റെ ട്രേഡ് സെറ്റപ്പിന് ആവശ്യമായിട്ടുള്ള നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ചാർട്ട് അനാലിസിസ്, ലെവൽസ് ആൻഡ് ടാർഗറ്റ്, ഓപ്ഷൻ ചെയിൻ അനാലിസിസ്, FIS ആൻഡ് DIS ട്രേഡിംഗ് ആക്ടിവിറ്റി അപ്ഡേറ്റ്സ്, ഇവ കൂടാതെ മാർക്കറ്റ് റിലേറ്റഡ് കുറച്ച് ന്യൂസുകൾ എന്നിവയാണ് ഷെയർ ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. ഇനി 29 ഒക്ടോബർ 2020 മന്ത്ലി എക്സ്പയറി ഡേ ആണ്. വിക്സിൻ്റെ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ വിക്സ് വളരെ ഹൈ 21 വാല്യൂ ആണ് കാണിക്കുന്നത്. അതായത് മാർക്കറ്റിൽ നാളത്തെ ദിവസം, അതായത് 21 ഒക്ടോബർ 2020 നല്ല ഒരു ഹൈ മൊമെൻറ്റവും ഹൈ വോളറ്റിലിറ്റിയും നമ്മൾക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഗ്ലോബൽ ഇൻഡിസസ് എല്ലാം നെഗറ്റീവ്നെസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഇൻഡിസസ് ആയ ഡോ ജോൺസും നാസ്ഡാക്കും S&P 100ഉം S&P 500ഉം ഏകദേശം 3%, അതായത് ഡോ ജോൺസ് 3.43% കറക്റ്റ് ആയിട്ടുണ്ട്. നാസ്ഡാക്കിലും ഏകദേശം 3.73% കറക്ഷൻ വന്നിട്ടുണ്ട്. S&P 100 ഏകദേശം 3.53% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് US മേജർ ഇൻഡിസസ് എല്ലാം ഏകദേശം 3% മുതൽ 4% ഇടയ്ക്കുള്ള വാല്യൂവിൽ കറക്ഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജർമ്മനിയുടെ പ്രധാന ഇൻഡെക്സ് ആയ ഡാക്സ് നോക്കുകയാണെങ്കിലും 4.17% കറക്റ്റ് ആയിട്ടുണ്ട്. കൂടാതെ ബ്രിട്ടൻ്റെ ഇൻഡിസസ് ആയ FTSE 100 നോക്കുകയാണെങ്കിൽ -2.55% കറക്റ്റ് ആയിട്ടുണ്ട്. അതായത് ഗ്ലോബൽ ക്യൂസ് നോക്കുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ബിയറിഷ് ട്രെൻഡാണ് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾക്കെല്ലാവർക്കും അറിയാം നിഫ്റ്റിയിലും ഒരു ബിയറിഷ് ട്രെൻഡായിരുന്നു ഇന്നലത്തെ ട്രേഡിംഗ് സെഷൻ. 28 ഒക്ടോബർ 2020 ക്യാൻഡിൽ നോക്കുകയാണെങ്കിലും ഒരു ബിയറിഷ് ക്യാൻഡിലായിരുന്നു ഫോം ചെയ്തത്. ബാങ്ക് നിഫ്റ്റിയിലും സെയിം ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. ഗ്ലോബൽ ക്യൂസ് ഇത്രയും നെഗറ്റീവ് ആകാനുള്ള പ്രധാനപ്പെട്ട 2 റീസൺസ് ആണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ യൂറോപ്യൻ കൺട്രീസിലുള്ള കൊറോണ വൈറസിൻ്റെ സെക്കൻഡ് വേവ്. ഇതിനെക്കുറിച്ച് പല വീഡിയോകളിലും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, മാർക്കറ്റ് ക്രാഷ് വീഡിയോസിൽ. അതുപോലെ തന്നെ സെക്കൻഡ് റീസൺ എന്ന് ചോദിച്ചാൽ US presidential election. Ahead of US presidential election, foreign institutional investors are doing heavy profit booking. അതായത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ FIS ആൻഡ് DISൻ്റെ ട്രേഡിംഗ് ആക്ടിവിറ്റി അപ്ഡേറ്റ്സ് നോക്കിയാൽ മനസ്സിലാവും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എത്രത്തോളം പ്രോഫിറ്റ് ബുക്കിംഗ് ഇന്ത്യൻ മാർക്കറ്റുകളിൽ നിന്ന് നടത്തുന്നു. അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റുകളിലെല്ലാം ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എപ്പോഴും ഉണ്ടാകും. ഞാൻ ആൾറെഡി എൻ്റെ പ്രീവിയസ് വീഡിയോകളിലും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 നവംബറിനോടടുത്തുള്ള വീക്കുകളിൽ മാർക്കറ്റ് വളരെയധികം വോളറ്റിലിറ്റി ആവും, വളരെയധികം അൺഎക്സ്പെക്റ്റഡ് മൂവ്മെൻറ്റ് ഉണ്ടാകും. അതുകൊണ്ട് ട്രേഡേഴ്സ് വളരെ കോഷ്യസായി മാത്രമേ ട്രേഡ് ചെയ്യാവുകയുള്ളൂ. ഇനി നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. ഇതുകൂടാതെ പ്രമുഖ കമ്പനികളുടെ Q2 റിസൾട്ട് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ Q2 റിസൾട്ടിൻ്റെ അനാലിസിസ് വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. ഇത് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ പ്ലേലിസ്റ്റിലും അവൈലബിൾ ആണ്. 29 ഒക്ടോബർ 2020 നിഫ്റ്റിയുടെ ലെവൽസും ടാർഗറ്റും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കാം. നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിൽ 1 ഡേ ചാർട്ട് പാറ്റേൺ ആണ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ, അതായത് 28 ഒക്ടോബർ 2020 ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇനി നാളത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നാളെ മന്ത്ലി എക്സ്പയറി ആണ്. അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ക്യൂസും ഒരു ബിയറിഷ് ട്രെൻഡാണ് തരുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിലും, അതായത് 28 ഒക്ടോബർ 2020 ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിലും നിഫ്റ്റിയിൽ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇനി നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഒരു മൂവ്മെൻറ്റ് നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാകും നിഫ്റ്റിയിൽ കൺസോൾട്ടേഷൻ ആൻഡ് കറക്ഷൻ ഫേസ് ആണ് നടക്കുന്നത് എന്ന്. കാരണം ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 11,700 എന്ന സപ്പോർട്ടിനെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ട്രേഡിംഗ് ആണ് നമ്മൾ കണ്ടത്. ഇന്ന് നിഫ്റ്റി ഓപ്പൺ ആയത് 11,920 റേഞ്ചിലായിരുന്നു. അതിനുശേഷം ഇൻട്രാഡേ ഹൈ 11,929ഉം ഇൻട്രാഡേ ലോ 11,680 റേഞ്ചുമായിരുന്നു. ശേഷം നിഫ്റ്റി 11,729 ക്ലോസിംഗ് ബേസിലെത്തി. അതായത് നിഫ്റ്റിയുടെ ഏറ്റവും സ്ട്രോങ് സപ്പോർട്ടായ 11,700 ഇൻട്രാഡേ ലോയിൽ നമ്മൾ ബ്രീച്ച് ചെയ്തെങ്കിലും പിന്നീട് ഒരു റിക്കവറി നമ്മൾ കണ്ടു. അതായത് നിഫ്റ്റി വരുന്ന ദിവസങ്ങളിൽ 11,700 എന്ന സപ്പോർട്ടിനെ വീണ്ടും ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രോബബിലിറ്റി കാണുന്നുണ്ട്.
ഇനി നാളത്തെ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി 11,700 അല്ലെങ്കിൽ 11,650 റേഞ്ചിന് താഴെ എത്തുകയാണെങ്കിൽ പിന്നീട് അത് 11,500 എന്ന ടാർഗറ്റിലേക്ക് ഉള്ള ഒരു ഷോർട്ട് സെല്ലിംഗ് നമ്മൾക്ക് കാണാൻ സാധിക്കും. അതായത് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ 11,850ക്ക് മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തില്ല എങ്കിൽ നിഫ്റ്റിയിൽ ഒരു അപ്വേർഡ് മൊമെൻറ്റം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് നിഫ്റ്റിയിൽ പിന്നീട് ഫർദർ സെല്ലിംഗ് പ്രഷറാണ് വരാൻ പോകുന്നത്. അതായത് 11,700 ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നമ്മൾക്ക് സെല്ലിംഗ് പ്രഷർ വരുന്നു എന്ന് ഉറപ്പിക്കാം. ഇനി നാളത്തെ ട്രേഡിംഗ് സെഷന് സഹായകമാകുന്ന നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട ലെവൽസും ടാർഗറ്റും നോക്കാം. നാളത്തെ സെഷനിൽ നിഫ്റ്റിയുടെ ഫസ്റ്റ് സപ്പോർട്ടായിട്ട് വരുന്നത് 11,710 റേഞ്ചാണ്, അതായത് 11,700 റേഞ്ച്. അതിനുശേഷം നിഫ്റ്റി 11,700ന് താഴെ എത്തുകയാണെങ്കിൽ സെക്കൻഡ് സപ്പോർട്ടായിട്ട് വരുന്നത് 11,650യും കൺസിക്യൂട്ടീവ്ലി 11,610യുമാണ് വരുന്നത്. അതിനുശേഷം 11,610യിലും നിൽക്കുന്നില്ല എങ്കിൽ പിന്നീട് നമ്മൾക്ക് നിഫ്റ്റി 11,550 റേഞ്ചിൽ ഒരു സപ്പോർട്ടിന് വേണ്ടി ശ്രമിക്കുന്നതായിട്ട് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ കാണാൻ സാധിക്കും. ഇനി അപ്വേർഡ് മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് 11,780 റേഞ്ചാണ്. 11,780 റേഞ്ചിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 11,850 റേഞ്ചും ഫർദർ 11,900 റേഞ്ചും നമ്മൾക്ക് നാളത്തെ ട്രേഡിംഗ് സെഷന് ആവശ്യമായ റെസിസ്റ്റൻസ് ആയിട്ട് സെറ്റ് ചെയ്യാം. നാളത്തെ ട്രേഡിംഗ് സെഷൻ മന്ത്ലി എക്സ്പയറി ആയതിനാൽ വോളറ്റിലിറ്റി വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റ് ക്യൂസും ഹൈ വോളറ്റിലിറ്റിയെയും അതോടുകൂടി തന്നെ ബിയറിഷ് ട്രെൻഡിനെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസിലേക്ക് കടക്കാം. നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസിൻ്റെ ഭാഗമായിട്ടുള്ള കോൾ സൈഡിലെ ഡേറ്റ പരിശോധിച്ചാൽ കോൾ സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് 12,000 ലെവലിലാണ്. 12,000 ലെവലിൽ അറൗണ്ട് 65 lakh കോൺട്രാക്റ്റുകളാണ് റേറ്റ് ആയിരിക്കുന്നത്. ഓപ്ഷൻ ആൻഡ് ചെയിൻ അനാലിസിസിൻ്റെ എക്സ്പയറി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 29 ഒക്ടോബർ 2020 അതായത് ഇന്നത്തെ ദിവസം. ഇനി ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ റേറ്റ് ആയിരിക്കുന്നത് 12,000 ലെവലിലാണ്. 12,000 ലെവലിൽ അറൗണ്ട് 21 lakh കോൺട്രാക്റ്റുകളാണ് റേറ്റ് ആയിരിക്കുന്നത്. ഇനി പുട്ട് സൈഡിലെ ഡേറ്റ പരിശോധിക്കാം. പുട്ട് സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് 11,500 ലെവലിലാണ്. അറൗണ്ട് 41 lakh കോൺട്രാക്റ്റുകളാണ് ഈ ലെവലിൽ റേറ്റ് ആയിരിക്കുന്നത്. അതുകൂടാതെ മറ്റൊരു ഡേറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ 11,800 മുതൽ 11,900 വരെയുള്ള ലെവലുകളിൽ കോൺട്രാക്റ്റുകളുടെ എക്സിറ്റ് ആണ് നമ്മൾക്ക് കാണുന്നത്. അതുകൂടാതെ 11,450 ലെവലിൽ നമ്മൾക്ക് ഇന്ന് 4,96,000 ഫ്രഷ് കോൺട്രാക്റ്റുകളുടെ ആഡിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഓപ്ഷൻ ചെയിൻ അനാലിസിസിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ 11,450 11,500 ലെവൽ വളരെ സ്ട്രോങ് ആയൊരു സപ്പോർട്ടായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനി പുട്ട് സൈഡിലെ കോൾ സൈഡിലെ ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് 11,900ഉം സബ്സിക്വൻ്റ്ലി ഏറ്റവും സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് 12,000ഉം ആയി മാറുന്നതാണ് ഓപ്ഷൻ ചെയിൻ ഡേറ്റ അനാലിസിസിൽ നിന്നും മനസ്സിലാകുന്നത്. 29 ഒക്ടോബർ 2020 ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസും ടാർഗറ്റും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി ബാങ്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് വരാം. ബാങ്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ 1 ഡേ ചാർട്ട് പാറ്റേൺ ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ അതായത് 28 ഒക്ടോബർ 2020 ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. കൂടാതെ ലാസ്റ്റ് 6 ട്രേഡിംഗ് ഡേയ്സിലെ ക്യാൻഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൽ ഒരു കൺസോൾട്ടേഷൻ റീജിയനിലാണ് എന്ന് പറയാം. അതായത് 6 ക്യാൻഡിലുകളും ഫോം ചെയ്തിരിക്കുന്നത് 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിൽ ടച്ച് ചെയ്തുകൊണ്ടാണ്. അവിടെ നിന്നും ഒരു ലെവലിൻ്റെ ബ്രേക്കൗട്ടോ അല്ലെങ്കിൽ ഒരു അപ്പർ ബ്രേക്കൗട്ടോ അല്ലെങ്കിൽ ലോവർ ബ്രേക്കൗട്ടോ സംഭവിക്കുന്നില്ല. നമ്മൾ പ്രീവിയസ് വീഡിയോകളിൽ പറഞ്ഞതുപോലെ തന്നെ 25,000 ആയിരിക്കും ബാങ്ക് നിഫ്റ്റിയുടെ പ്രധാന റെസിസ്റ്റൻസ്. താഴത്തെ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 24,000 ആയിരുന്നു പ്രധാനപ്പെട്ട സപ്പോർട്ട്. പക്ഷേ 28 ഒക്ടോബർ 2020 24,000 എന്ന സപ്പോർട്ടിനെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. നിഫ്റ്റിയെ പോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയും അതിൻ്റെ ക്രൂഷ്യൽ സപ്പോർട്ടിനെ ടച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്നു എന്ന രീതിയിലുള്ളൊരു ട്രേഡിംഗ് ആണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. കൂടാതെ ഇന്ന് ബാങ്ക് നിഫ്റ്റി 24,737 ലെവലിലായിരുന്നു ഓപ്പൺ ചെയ്തത്. അതിനുശേഷം ഇൻട്രാഡേ ഹൈ 24,780, ഇൻട്രാഡേ ലോ 24,057,
അതിനുശേഷം ബാങ്ക് നിഫ്റ്റി 24,232 ലെവലിൽ ക്ലോസ് ആയി. അതായത് ഇത്രയും ദിവസം ബാങ്ക് നിഫ്റ്റി 24,000 എന്ന റേഞ്ചിന് മുകളിൽ ഹോൾഡ് ചെയ്തിരുന്ന ഒരു പ്രിവിലേജ്, 24,500 എന്ന റേഞ്ചിന് മുകളിൽ ഹോൾഡ് ചെയ്തിരുന്ന ഒരു പ്രിവിലേജ് ഇന്നത്തെ ദിവസം ബാങ്ക് നിഫ്റ്റിക്ക് നഷ്ടമായി. നിഫ്റ്റി 24,000 എന്ന ലെവലിലേക്ക് ടെസ്റ്റ് ചെയ്തു. ഇനി നാളത്തെ ട്രേഡിംഗ് സെഷന് സഹായകമാകുന്ന ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസും ടാർഗറ്റും പരിചയപ്പെടാം. ബാങ്ക് നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട സപ്പോർട്ട് ഇന്നത്തെ ഇൻട്രാഡേ ലോ ആയ 24,050 ആയിരിക്കും. 24,050 എന്ന സപ്പോർട്ട് ബ്രീച്ച് ചെയ്ത് ഏകദേശം 30-40 മിനിറ്റ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി പിന്നീട് 23,850യും അതിനുശേഷം 23,700 ബാങ്ക് നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട രണ്ട് സപ്പോർട്ടുകളായിട്ട് നമ്മൾക്ക് കൺസിഡർ ചെയ്യാം. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 24,500 ആയിരിക്കും ബാങ്ക് നിഫ്റ്റിയുടെ പ്രധാന റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 24,700 24,850 ലെവലും നമ്മൾക്ക് ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റിൽ നിന്നും പ്രതീക്ഷിക്കാം. അതായത് ബാങ്ക് നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട 3 സപ്പോർട്ടുകളും 3 റെസിസ്റ്റൻസുകളും ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസിലേക്ക് കടക്കാം. ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസിൻ്റെ ഭാഗമായി കോൾ സൈഡിലെ ഡേറ്റ പരിശോധിക്കുകയാണെങ്കിൽ കോൾ സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് 25,000 ലെവലിലാണ്. 25,000 ലെവലിൽ അറൗണ്ട് 18 lakh കോൺട്രാക്റ്റുകളാണ് റേറ്റ് ആയിരിക്കുന്നത്. ഇനി സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് 24,500 ലെവലിലാണ്. അറൗണ്ട് 11 lakh കോൺട്രാക്റ്റുകളാണ് റേറ്റ് ആയിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ കോൺട്രാക്റ്റുകൾ ആഡ് ആയിരിക്കുന്നത് 6,24,000 കോൺട്രാക്റ്റുകളാണ്. അറൗണ്ട് 25,000 ലെവലിലാണ് ഈ കോൺട്രാക്റ്റുകൾ ആഡ് ആയിരിക്കുന്നത്. ഇനി പുട്ട് സൈഡിലെ ഡേറ്റ പരിശോധിക്കാം. പുട്ട് സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് 23,500 ലെവലിലാണ്. അറൗണ്ട് 12 lakh കോൺട്രാക്റ്റുകൾ. സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് 24,000 ലെവലിലാണ്. അറൗണ്ട് 10 lakh കോൺട്രാക്റ്റുകൾ. ഇന്ന് വളരെ കുറച്ച് കോൺട്രാക്റ്റുകൾ മാത്രമേ പുട്ട് ലെവലിൽ ആഡ് ആയിട്ടുള്ളൂ. അതായത് അറൗണ്ട് 1 lakhോളം കോൺട്രാക്റ്റുകൾ 23,500 ലെവലിൽ. അതായത് ഓപ്ഷൻ ചെയിൻ അനാലിസിസ് തരുന്ന ഇൻറ്റിമേഷൻ 24,000 ബാങ്ക് നിഫ്റ്റിയുടെ ഫസ്റ്റ് സപ്പോർട്ട്, അതിനുശേഷം 23,500 ആണ് നെക്സ്റ്റ് മെയിൻ സപ്പോർട്ടായിട്ട് വരുന്നത്. റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് 24,500ഉം സെക്കൻഡ് ആൻഡ് സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് 25,000ഉമാണ് കാണാൻ സാധിക്കുക. ഇന്ന് മന്ത്ലി എക്സ്പയറി ഡേ ആണ്. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിലും നല്ലൊരു വോളറ്റൈലിറ്റി നമ്മൾക്ക് പ്രതീക്ഷിക്കാം. വിക്സ് നോക്കിയാലും വിക്സും വെരി ഹൈ ഇൻഡെക്സ് ആണ് കാണിക്കുന്നത്. അതായത് ഗ്ലോബൽ മാർക്കറ്റ് ക്യൂസും അതുപോലെ തന്നെ വിക്സും എല്ലാം നല്ലൊരു വോളറ്റൈലിറ്റിയാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ, അതായത് 29 ഒക്ടോബർ 2020 ട്രേഡിംഗ് സെഷനിലേക്ക് പ്രഡിക്റ്റ് ചെയ്യുന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ട്രേഡിംഗ് ആക്ടിവിറ്റി അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. 28 ഒക്ടോബർ 2020 7,833 കോടി രൂപയുടെ ബൈയിങ്ങും 8,964 കോടി രൂപയുടെ സെല്ലിങ്ങുമാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നടത്തിയത്. നെറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ 1,130 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. ഇനി DIS 3,843 കോടി രൂപയുടെ ബൈയിങ്ങും 3,841 കോടി രൂപയുടെ സെല്ലിങ്ങും ആണ് നടത്തിയത്. നെറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ 1,48,00,000 രൂപയുടെ ബൈയിങ് ആണ് നടത്തിയത്. രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും കൂടി ആക്ടിവിറ്റി നമ്മൾ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു നെറ്റ് സെല്ലിംഗ് മൊമെൻറ്റമാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് സീരീസ് ആണ് മാർക്കറ്റിൽ നടക്കുന്നത് എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. 29 ഒക്ടോബർ 2020 ട്രേഡിങ്ങിന് സഹായകമാകുന്ന ചില ന്യൂസുകൾ പരിചയപ്പെടാം. ഒന്നാമത്തെ ന്യൂസ് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഗ്ലോബൽ മാർക്കറ്റ്, യൂറോപ്യൻ മാർക്കറ്റും അതുപോലെ തന്നെ അമേരിക്കൻ മാർക്കറ്റിലും നല്ലൊരു ക്രാഷ് സംഭവിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾക്ക് ഇന്ന് ട്രേഡിംഗ് സെഷനിൽ നമ്മളുടെ നിഫ്റ്റിയിലും അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും പ്രതീക്ഷിക്കാം. ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ റീസൺസും ഞാൻ ആൾറെഡി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞു. ഈ കാര്യങ്ങളൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി നമ്മൾ ക്വാർട്ടർലി റിസൾട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ചില കമ്പനികൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തേത് ICICI സെക്യൂരിറ്റിയാണ്. ICICI സെക്യൂരിറ്റിയുടെ പ്രോഫിറ്റ് ഡബിൾ ആയി കഴിഞ്ഞു. കൂടാതെ നെറ്റ് റവന്യൂവിൽ 61% അപ്പാണ് കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റോക്ക് L&T ആണ്. L&Tയിൽ നല്ലൊരു കറക്ഷൻ വന്നു കഴിഞ്ഞു. L&Tയുടെ പ്രോഫിറ്റും റവന്യൂവും ഡൗൺ ആയിട്ടുണ്ട്. അതുകൂടാതെ ഒരു പോസിറ്റീവ് ന്യൂസ്, L&Tയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവർക്ക് 18 രൂപ പെർ ഡിവിഡൻഡ് കൊടുക്കുവാൻ കമ്പനിയുടെ സൈഡിൽ നിന്നും മെസ്സേജ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നു. ഇത് ഇൻവെസ്റ്റേഴ്സിന് ആൾറെഡി സ്റ്റോക്കിൽ പൊസിഷൻ എടുത്തിരിക്കുന്നവർക്ക് ആശ്വാസകരമായ ഒരു ന്യൂസാണ്. പക്ഷേ ഡിവിഡൻഡോ ബോണസോ അല്ല നമ്മളുടെ മെയിൻ മോട്ടോ. കമ്പനിയുടെ പ്രോഫിറ്റും അതുപോലെ തന്നെ റവന്യൂവും ഡിക്ലൈൻ ചെയ്യുന്നു. ഇത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ന്യൂസാണ്.
മറ്റേത് FMCG സെക്ടറിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്കായ മാരിക്കോ അതിൻ്റെ റവന്യൂവിൽ 9% ഹൈക്ക് കാണിച്ചിട്ടുണ്ട് Q2 റിസൾട്ടിൽ. അതുപോലെ തന്നെ കമ്പനി ₹3 പെർ ഷെയർ ഡിവിഡൻറ്റും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു സ്റ്റോക്കായ ഡെൽറ്റ കോർപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ന്യൂസ് വന്നിട്ടുണ്ട്. അതായത് ഗോവയിലെ കാസിനോസ് മാനേജ് ചെയ്യുന്ന ഗ്രൂപ്പാണ് ഡെൽറ്റ കോർപ്പ്. അന്നേരം ഡെൽറ്റ കോർപ്പിനെ സംബന്ധിച്ചുള്ള പ്രധാന ന്യൂസ് ഗോവയിലെ കാസിനോസ് 1 നവംബർ 2020 മുതൽ ഓപ്പൺ ആകുന്നു. അത് ഡെൽറ്റ കോർപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസാണ്. മറ്റത് റീസെൻ്റ്ലി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള റൗട്ട് മൊബൈലിനെ കുറിച്ചാണ് ഒരു പോസിറ്റീവ് ന്യൂസ്. റൗട്ട് മൊബൈലിൻ്റെ പ്രോഫിറ്റ് 157% ഹൈക്ക് ആയിട്ടുണ്ട്. ഇതാണ് നാളത്തെ ട്രേഡിംഗ് സെഷന് സഹായിക്കുന്ന ചില പ്രധാനപ്പെട്ട ന്യൂസുകൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.